അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ, കിസാൻ സമ്മാൻ നിധി പ്രകാരം കേന്ദ്ര സർക്കാർ നൽകുന്ന 6000 രൂപയുടെ സഹായം തുടർന്ന് ലഭിക്കണമെങ്കിൽ കേരളത്തിൽ കൃഷിഭവനിൽ കർഷകർ വീണ്ടും രജിസ്റ്റർ ചെയ്യണം എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് എനിക്ക് 3 ചോദ്യങ്ങളാണ് സാർ ചോദിക്കാനുള്ളത്. 1, ഈ വാർത്ത ശരിയാണോ? 2, രജിസ്റ്റർ ചെയ്താൽ ഇപ്പോൾ കിട്ടുന്ന തുക ലഭിക്കാതിരിക്കുമോ? ഇനി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഈ തുക ലഭിക്കാതിരിക്കുമോ? എന്താണ് സാർ ഇതിലെ വാസ്തവം? ഒന്നാമത്, ഈ വാർത്ത ശരിയാണ്. ഈ വാർത്ത ഔദ്യോഗികമായിട്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും പറഞ്ഞിട്ടുള്ള വാർത്ത തന്നെയാണ്. അതുകൊണ്ട് ഈ വാർത്തയിൽ നമ്മൾ സംശയിക്കേണ്ട, ഇത് വസ്തുത ശരിയാണ്. രണ്ടാമത്തെ കാര്യം, രജിസ്റ്റർ ചെയ്തവർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പുതുതായി രജിസ്റ്റർ ചെയ്തില്ല എങ്കിൽ തുക നഷ്ടപ്പെടുമോ, തുക ലഭിക്കാതിരിക്കുമോ എന്നുള്ളത്. അതായത് ഇതിന്റെ ഒരു ചരിത്രം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ കിസാൻ സമ്മാൻ നിധി ആരംഭിക്കുന്ന സമയത്ത്, അതുപോലെ മറ്റ് കാർഷിക ആനുകൂല്യങ്ങൾ ആരംഭിക്കുന്ന ആ സമയത്തൊക്കെ കേരളത്തിലെ വലിയ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഓർക്കുന്നുണ്ടാവും, കിസാൻ സമ്മാൻ നിധി തുടങ്ങുമ്പോൾ വർഷത്തിൽ 6000 രൂപ ലഭിക്കും, 3 തവണയായി ലഭിക്കും, എല്ലാവരും പേര് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ അതിശക്തമായിട്ട് എതിർത്തത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അവർ പറഞ്ഞു, ഇത് വലിയ തട്ടിപ്പാണ്. നിങ്ങൾ കിസാൻ സമ്മാൻ നിധിയിൽ പേര് രജിസ്റ്റർ ചെയ്താൽ നിങ്ങളുടെ പേരിലുള്ള ഭൂമി കേന്ദ്ര ഗവൺമെന്റിന്റെ പേരിലായിട്ട് മാറും. പിന്നെ നിങ്ങൾക്ക് ഭൂമി ഇല്ലാതെ വരും. അപ്പോൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് താമസിക്കാമെങ്കിലും ബാങ്ക് ലോൺ ലഭിക്കുകയില്ല. ആ ഭൂമിയിൽ കൂടി ഇലക്ട്രിക് ലൈൻ വലിക്കത്തില്ല. അവിടെ വാട്ടർ കണക്ഷൻ കിട്ടുകയില്ല. മക്കൾക്ക് പഠിക്കാനോ വിവാഹാവശ്യങ്ങൾക്കോ വേണ്ടി ഈ ഭൂമി ബാങ്കിൽ കൊണ്ടുപോയാൽ അവര് പണയമായി സ്വീകരിക്കുകയില്ല. ഈ ഭൂമിയിൽ കെട്ടിടങ്ങൾ പണിയാൻ പറ്റില്ല. ഈ ഭൂമിയിലൂടെ ജലസേചന സൗകര്യം ഏർപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ് ഈ ഭൂമിയുടെ മുകളിൽ കൂടെ വിമാനം പോലും പറപ്പിക്കാൻ പറ്റുകയില്ല എന്നുള്ള മട്ടിലായിരുന്നു CPM അന്ന് നടത്തിയ പ്രചരണം. ഞാൻ കേട്ടിട്ടുണ്ട്, മൈക്ക് കെട്ടി കവലതോറും വലിയ പ്രസംഗമാണ് നടത്തിയത്. പക്ഷെ ഈ പ്രസംഗിച്ച നേതാക്കന്മാരൊക്കെ ഇത് മേടിച്ചെടുത്തു. ഈ പ്രസംഗം കേട്ട പാവങ്ങൾ പേടിച്ചുപോയി. എന്നിട്ട് അവര് ഇതിനെ അപേക്ഷിച്ചില്ല. 1-2 വർഷങ്ങൾ കഴിഞ്ഞ് എല്ലാവർക്കും പണം കിട്ടി എന്നറിയുമ്പോഴാണ് ഈ പ്രസംഗം കേട്ട പാവപ്പെട്ട സഖാക്കളെ വിശ്വസിച്ച നാട്ടുകാരും വെട്ടിലായത്. അങ്ങനെയാണ് അവർ പതുക്കെ അപേക്ഷ കൊടുത്ത് അവർക്കും കൂടെ ഇപ്പൊ ഇത് കിട്ടി. ഇപ്പോൾ കേരളത്തില് ഏതാണ്ട് 25 ലക്ഷത്തിലധികം ആൾക്കാർ ഈ പറയുന്ന കിസാൻ സമ്മാൻ നിധി ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരായിട്ടുണ്ട്. പക്ഷെ വീണ്ടും രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? അതായത് കിസാൻ സമ്മാൻ നിധി ആരംഭിച്ച കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനോട് പറഞ്ഞിരുന്നു, ഈ കർഷകരുടെ ഭൂമി, അതിന്റെ വിസ്തീർണം, അവിടെയുള്ള വിളകൾ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തവും കൃത്യവുമായ ഒരു രജിസ്ട്രേഷൻ കേന്ദ്ര ഗവൺമെന്റ് പോർട്ടലിൽ ചെയ്യണം. പക്ഷെ കേരള ഗവൺമെന്റ് അതിനെ നഖശിഖാന്തം എതിർത്തു. അവർ പറഞ്ഞു, ഇത് കേരളമാണ്, കേരളത്തിൽ ഇത് നടപ്പാക്കുകയില്ല. കേന്ദ്രം പറഞ്ഞു, ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും അവിടെയുള്ള കർഷകരും അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കാൻ വേണ്ടിയാണ്, സഹായം ലഭിക്കാൻ വേണ്ടിയാണ്, വളം ലഭിക്കാൻ വേണ്ടിയാണ്, വിത്തുകളും അതുപോലെ തന്നെയുള്ള മറ്റ് അനുബന്ധ ഉപകരണങ്ങളും കാർഷിക ഉപകരണങ്ങളും ലഭിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ രജിസ്ട്രേഷൻ നടത്തുക തന്നെ വേണം എന്ന് കേന്ദ്രം ആവർത്തിച്ച് കേരളത്തോട് പറഞ്ഞു. പക്ഷെ കേരളം അതെല്ലാം തള്ളിക്കളഞ്ഞു. കാരണം കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് ഇത് എന്ന് മനസ്സിലാവുകയും കേന്ദ്ര പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയാൽ ഈ വോട്ട് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്, BJPക്ക് അനുകൂലമായി പോയെങ്കിലോ എന്നുള്ള രാഷ്ട്രീയ ഭയം കാരണം CPM അതിനെ നഖശിഖാന്തം എതിർത്തു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു, ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഈ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി, ഇനി കേരളം മാത്രമാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനുള്ളത്. അത് കേരളത്തിലെ ലക്ഷോപലക്ഷം കർഷകർക്ക് വലിയ നഷ്ടമാണ് വരുത്തുക എന്നൊക്കെ പറഞ്ഞപ്പോഴും കേന്ദ്രത്തിന്റെ ഒരു പദ്ധതിയും കേരളത്തിൽ നടപ്പാക്കുകയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചവരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കൃഷിമന്ത്രിമാരും. 1ാം പിണറായി സർക്കാരിന്റെ കൃഷിമന്ത്രിയോടും 2ാം പിണറായി സർക്കാരിന്റെ കൃഷിമന്ത്രിയോടും ഞാൻ ഈ വിഷയം ചോദിക്കുകയുണ്ടായി, നേരിട്ട് സംസാരിക്കുകയുണ്ടായി. പക്ഷേ അവര് പറഞ്ഞത്, ഞങ്ങളുടേത് പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ യാതൊരു ആനുകൂല്യങ്ങളും കേരളത്തിൽ ആവശ്യമില്ല, ഞങ്ങളുടെ രാഷ്ട്രീയപരമായ നയപരമായ തീരുമാനമാണ് അത് എന്നാണ് കേരളത്തിലെ കൃഷിമന്ത്രിമാർ എന്നോട് പറഞ്ഞത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് തന്നെ പിന്നീട് ആവർത്തിക്കുകയുണ്ടായി. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് കഴിഞ്ഞു, കേരളത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള കാർഷിക ആനുകൂല്യങ്ങൾ മുടങ്ങുകയും ആയിരക്കണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ കേരളത്തിലെ കർഷകർക്ക് നഷ്ടപ്പെടുകയും ചെയ്തതോടുകൂടി കാർഷിക മേഖല താറുമാറായി. ചുരുക്കി പറഞ്ഞാൽ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാത്ത
ഗതികേടിലേക്ക് സംസ്ഥാന സർക്കാർ വഴുതി വീണപ്പോഴാണ് സർക്കാരിന് ബോധോദയം ഉണ്ടായത്. കേന്ദ്രത്തോട് യുദ്ധം ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് കേന്ദ്രത്തിന്റെ പോർട്ടലിൽ കേരളത്തിലെ കർഷകരുടെ വിശദാംശങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഞങ്ങൾ സമ്മതമാണ്, അനുവാദം വേണം എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ സമീപിക്കുകയാണ് ചെയ്തത്. അങ്ങനെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ചെയ്തു പോയതാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ഈ മാസം കൂടി സമയം തരാം. ഈ ഒരൊറ്റ മാസത്തിനുള്ളിൽ നിങ്ങൾ ഇത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുകയാണെങ്കിൽ കേരളത്തെയും അഖിലേന്ത്യാ തലത്തിലുള്ള എല്ലാ സംവിധാനങ്ങളുടെയും ആനുകൂല്യങ്ങളുടെയും ഭാഗമായി ചേർക്കാം. ഈ അനുവാദം കിട്ടിയതിന്റെ പിറ്റേന്ന് മുതൽ കേരളത്തിലെ മുഴുവൻ കൃഷി ഓഫീസർമാർക്കും ടാർഗറ്റ് കൊടുത്തിരിക്കുകയാണ്. ഡെയിലി ഇത്ര വീതം ചേർക്കണം, ആഴ്ചയിൽ എത്ര ചേർക്കണം, മാസം തീരുമ്പോഴേക്കും എല്ലാവരെയും ചേർത്ത് കഴിയണം. അതുകൊണ്ട് കൃഷി ഓഫീസർമാർ ഇപ്പോൾ വാലിന് തീ പിടിച്ച പോലെ ഓടി നടക്കുകയാണ്. ഇഷ്ടം പോലെ മെസ്സേജുകൾ, വാട്സാപ്പ് മെസ്സേജ്, ഫേസ്ബുക്ക് മെസ്സേജ്, അതുപോലെ നേരിട്ട് ഫോണിൽ വിളിക്കുന്നു, ഉടനെ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അല്പസ്വല്പം ഭീഷണിയും പേടിപ്പീരും സമ്മർദ്ദവും എല്ലാം കൂടി ചേർത്താണ് ഇപ്പോൾ കേരളത്തില് ഈ മാമാങ്കം നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 5-8 വർഷക്കാലം കേരളത്തിലെ കർഷകർക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ, നഷ്ടങ്ങൾ, യാതനകൾ, ഇതിന് മുഴുവൻ ഉത്തരവാദി കേന്ദ്രവുമായി സഹകരിക്കില്ല. കേന്ദ്ര പോർട്ടലിലേക്ക് കേരള സർക്കാർ ഒരു കാരണവശാലും കേരളത്തിലെ കർഷകരുടെ വിവരങ്ങൾ കൈമാറുകയില്ല എന്ന് ശാഠ്യം പിടിച്ചതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. അപ്പൊ സാർ, ഒരു സംശയം, ഇനിയിപ്പോ ഇവരിനി രജിസ്ട്രേഷൻ ചെയ്തില്ലെങ്കിൽ ഇപ്പൊ ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന തുക പോലും അവർക്ക് ലഭിക്കാത്തൊരവസ്ഥ വരുമോ? യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് അങ്ങനെ ഒരു നിർബന്ധമില്ല. കാരണം കേന്ദ്ര ഗവൺമെന്റിൽ ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ തുക കൃത്യമായും കിട്ടും. അതാണ് ഇതിന്റെ രീതി, എല്ലാവർക്കും കിട്ടുന്നുമുണ്ട്. പക്ഷേ കേരള ഗവൺമെന്റിന്റെ പോർട്ടൽ, കാർഷിക പോർട്ടൽ, കേന്ദ്ര ഗവൺമെന്റിന്റെ കാർഷിക പോർട്ടലുമായി ബന്ധിപ്പിക്കാത്തത് കൊണ്ട് ഇത്തരം കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ പോർട്ടലും കേരള ഗവൺമെന്റുമായി ബന്ധമില്ലാതെ വരികയാണെന്നിരിക്കട്ടെ. അങ്ങനെ വരുമ്പോൾ നേരത്തെ രജിസ്റ്റർ ചെയ്തവർക്കും ആനുകൂല്യങ്ങൾ മുടങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഏതായാലും മുഴുവൻ കർഷകരും ഇത്തരം രജിസ്ട്രേഷൻ, അതായത് കേരള സർക്കാരിന്റെ കതിർ എന്ന് പറയുന്ന രജിസ്ട്രേഷൻ ചെയ്യണം. ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന അഗ്രി സ്റ്റാക്ക് എന്ന് പറഞ്ഞിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ രജിസ്ട്രേഷൻ ചെയ്യണം. നേരത്തെ ചെയ്തതാണ്, പണം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരിക്കൽ കൂടി കേരള ഗവൺമെന്റിന് വേണ്ടി അവര് കാലതാമസം വരുത്തുകയും കേന്ദ്രവിരുദ്ധ നിലപാട് സ്വീകരിക്കുകയും ചെയ്തതിന്റെ പേരിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളിൽ കർഷകർ പെട്ടുപോകാതിരിക്കാൻ കർഷകർ ഒരിക്കൽ കൂടി രജിസ്റ്റർ ചെയ്യുന്നതാണ് നല്ലത്. ഏതായാലും അങ്ങനെ കേരളത്തിലെ മുഴുവൻ കർഷകരും രജിസ്റ്റർ ചെയ്യട്ടെ, എല്ലാവർക്കും ആനുകൂല്യങ്ങൾ കിട്ടട്ടെ. ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കിസാൻ സമ്മാൻ നിധി തുടർന്നും ലഭിക്കാൻ ഈ പുതിയ രജിസ്ട്രേഷന്റെ ആവശ്യമുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതാണല്ലോ ഇപ്പൊ ചോദിച്ചത്. അതായത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തുടർന്ന് ലഭിക്കാൻ പുതിയ രജിസ്ട്രേഷൻ വേണമെന്ന് കേന്ദ്രം നിർബന്ധിക്കുന്നില്ല. പക്ഷെ കേരളത്തിൽ ഈ പറഞ്ഞ രീതിയിൽ കേരള ഗവൺമെന്റ് കാർഷിക പോർട്ടലും കേന്ദ്ര ഗവൺമെന്റിന്റെ കാർഷിക പോർട്ടലും പരസ്പരം ബന്ധിപ്പിക്കേണ്ട സാങ്കേതിക പ്രശ്നം വർഷങ്ങളായി നീട്ടിവെച്ചിരുന്നത് കൊണ്ട്, നടക്കാതിരുന്നത് കൊണ്ട് അത് വീണ്ടും യോജിപ്പിക്കേണ്ടതായി വരും. അതുകൊണ്ട് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകരും തുടർന്ന് ഇത്തരം കാര്യങ്ങളിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഒരിക്കൽ കൂടി രജിസ്റ്റർ ചെയ്യുന്നത് നല്ലതാണ്. അതായത് പണ്ട് കിസാൻ സമ്മാൻ നിധി രജിസ്റ്റർ ചെയ്തു, പിന്നീട് കേരള ഗവൺമെന്റിന്റെ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തു, ഇപ്പോൾ വീണ്ടും അഗ്രി സ്റ്റാക്ക് എന്ന് പറയുന്ന കേരള ഗവൺമെന്റുകൾ ഒന്നിച്ച് നടപ്പാക്കുന്ന പുതിയ പോർട്ടലിലും രജിസ്റ്റർ ചെയ്യുന്നത് തന്നെയാണ് ഉത്തമം. കാരണം കിസാൻ സമ്മാൻ നിധി മാത്രമല്ല, അതിനോടനുബന്ധിച്ചുള്ള മറ്റ് നിരവധിയായ ആനുകൂല്യങ്ങളും സബ്സിഡികളും മറ്റ് ധനസഹായങ്ങളും അതുപോലെ യന്ത്രങ്ങൾ, കാർഷിക യന്ത്രങ്ങൾ, വളം, വിത്ത്, കീടനാശിനി, തൈകൾ, ഇതൊക്കെ ലഭിക്കാൻ പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.